ശില്പഗ്രാമിൻ്റെ വിശേഷങ്ങൾ വീണ്ടും തുടരുകയാണ് ഈ ഒരു വ്ലോഗിലൂടെയും. ആ ഡാൻസേഴ്സിന് നമ്മളൊരു ചെറിയ തുക സംഭാവന ചെയ്തു. അതിനുശേഷം നമ്മൾ മുമ്പോട്ടേക്ക് വന്നപ്പം ഇവിടെ ഒരു സ്ഥലത്ത് കുറേ വീണ, വയലിൻ അങ്ങനത്തെ മണ്ണുകൊണ്ടുണ്ടാക്കിയതാണ് ഇതൊക്കെ. അവിടെ നിന്ന് മുമ്പോട്ട് വന്നപ്പം അടുത്ത ഏതോ ഡാൻസേഴ്സ് എന്തോ പാട്ടൂതുവോ എന്തൊക്കെയോ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്നിട്ട് മുമ്പോട്ട് പോന്നു. ഈ ഒരു ശില്പഗ്രാം സ്ഥിതി ചെയ്യുന്നത് ഉദയ്പൂരിൽ നിന്നും ഏകദേശം ഒരു 3 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു ചെറിയൊരു ഗ്രാമമാണ്. ഗ്രാമീണ കലയും കരകൗശല സമുച്ചയവും ഒക്കെ ആയിട്ട് ഈ ഒരു ശില്പഗ്രാം വളരെ മനോഹരമാണ്. ആരവല്ലി നിരയുടെ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നതും. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂറൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് കോംപ്ലക്സ് ആണ് ഈ ഒരു ശില്പഗ്രാം എന്ന് പറയുന്നത്. പശ്ചിമ മേഖലയിലെ നാടോടി ഗോത്രവർഗ ജനതയുടെ ജീവിതശൈലി ചിത്രീകരിക്കുന്ന ഒരു മ്യൂസിയം ആയിട്ടാണ് ഈ ഒരു ശില്പഗ്രാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയിരുന്നത്. ഇത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പഴയ കാലത്തെ ആ ഒരു ഗോത്രവിഭാഗത്തിൻ്റെയൊക്കെയാണ് ഇവിടുത്തെ വീടുകൾ, വീട്ടു സാധനങ്ങൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതൊരു വീടാണ്. വീട്ടിനുള്ളിൽ സകല സാധനങ്ങളും അതെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇത്. ഇത്തരം കരകൗശല വസ്തുക്കളാൽ മനോഹരമാക്കിയത് കൊണ്ട് തന്നെ ഈ ഒരു ശില്പഗ്രാം കരകൗശല വിദഗ്ധരുടെ ഗ്രാമം എന്ന പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. അതുപോലെ മുഗൾ, യൂറോപ്യൻ ചരിത്രത്തിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള രാജസ്ഥാനി കലകളുടെയും ഒക്കെ ഒരു മ്യൂസിയമാണ് ഈ ഒരു ശില്പഗ്രാം. ഇത് ഇവിടെ ഒരു സ്റ്റോളുണ്ട് കരകൗശല വസ്തുക്കളൊക്കെ ഉള്ളത്. അയാളെന്തോ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. നമുക്കതെന്താണെന്ന് നോക്കാം. इधर दिखाओ, देख दूसरा आवाज आएगा पानी डालने के बाद। मैजिक लेके जाओ। निपटना आता इधर से नहीं आओगे आप, इधर से ऐसे राउंड करके निकल जाओ। इधर से आऊंगा ना, उधर नहीं देखता. ഇവിടുന്ന് നമുക്ക് വാങ്ങിക്കാനാണ് ഒരുപാട് സാധനങ്ങളുണ്ട്. എല്ലാം തന്നെ മണ്ണുപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ക്ലേ മോഡൽസ് ആണ്, അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യവും. എല്ലാം നല്ല വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ ഒരു സ്റ്റാളിലൊക്കെ ഉള്ളത് തന്നെ. അവിടുന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുവാണ്. ഇവിടെയും ഒരു മോഡൽ, ഒരു വീടിൻ്റെ മോഡലാണ്. അതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വീട്ടിലുള്ള ഒരു സാധാരണ ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഫാമിലി അന്നത്തെ ഒരു ഉപയോഗിക്കുന്ന സാധനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇതിനകത്തും ഉള്ളത്. ഇത്തരത്തിലുള്ള വീടുകളും കുടിലുകളും ഒക്കെ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒരേ സമയത്ത് ഓരോ അവരുടെ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ശാലയായിട്ടും അതുപോലെ തന്നെ അവർ താമസിക്കുന്ന സ്ഥലമായിട്ടും ഒക്കെ അവരെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു പരമ്പരാഗതമായിട്ടുള്ള ഗ്രാമീണ ജീവിതമാണ് ഇത്തരത്തിലുള്ള കുടിലുകളും വീടുകളും ഒക്കെ കാണുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതും. ഇത്തരത്തിൽ നിരവധി കുടിലുകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് ശില്പഗ്രാം. ഗ്രാമീണ വിപണികളുടെ അനുഭവവും പ്രദാനം ചെയ്യുന്നതിനായിട്ട് പഴയ വാസ്തുവിദ്യാ ശൈലിയിലാണ് ഇത്തരത്തിലുള്ള കുടിലുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നതും. പിന്നെ ഈ ഒരു കുടിലും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ചെളിയും പ്രകൃതിദത്ത വസ്തുക്കളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത്തരം കുടിലുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ തൊഴിലിൽ ഇവിടെ ഒരു കുടിലിൽ താമസിക്കുന്നവർക്ക് ഇത്തരത്തിൽ ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ, പിന്നെ ഇതാ പഴയ കാലത്തെ ഒരു പെരുമ്പറ അങ്ങനത്തെ സാധനങ്ങളും ഒക്കെ തന്നെ ഈ ഒരു കുടിലിൽ നമുക്ക് കാണാം. റാന്തൽ വിളക്ക് അന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്.
എല്ലാം തന്നെ ക്ലേ മോഡലിൽ, അതായത് കളിമണ്ണ് ഉപയോഗിച്ചിട്ട് ചെളിമണ്ണ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. അതാണ് എടുത്തു പറയേണ്ട കാര്യവും. വളരെ നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണുന്നതിന് വേണ്ടി തന്നെ. ഇതൊരു സ്റ്റേജ് പെർഫോമൻസ് നടത്തുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ ആ ഒരു ചുവരിലുള്ള ചിത്രങ്ങളാണ് കാണുന്നത്. പെയിൻറ്റിങ്സ് ആണിത്. വളരെ മനോഹരമാണ് ഈ ഒരു പെയിൻറ്റിങ്സും കാര്യങ്ങളും ഒക്കെ കാണുന്നത്. ഇതിവിടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ഒരു സ്റ്റേജ്, ഒരു പെർഫോമൻസ് ഏരിയയാണിത്. അവിടെ കുറേ പ്രതിമകൾ, സ്റ്റാച്യൂസ് ഒക്കെ കാണാം. അതുപോലെ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇതാ ഇവിടെ മറ്റൊരു കുടിൽ കാണാം. ഇവിടെയുള്ള ഓരോ കുടിലിനും പരമ്പരാഗത ഗ്രാമീണ വീടിനും അതുപോലെയുള്ള ഓരോ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തെയും സംസ്കാരത്തെയും പ്രതിഫലിപ്പിക്കുന്ന ഓരോ ശൈലിയും പ്രത്യേകതകളും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇവിടെയുള്ള സ്ഥലത്ത്. അതുപോലെ രാജസ്ഥാനിൽ നിന്നുള്ള 5, മഹാരാഷ്ട്രയിൽ നിന്നും 5, ഗോവയിൽ നിന്നും 5, ഗുജറാത്തിൽ നിന്നും 7, അങ്ങനെ ഏകദേശം ഒരു 26 ടൈപ്പ് ഉള്ള കുടിലുകൾ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാം വളരെ മനോഹരമാണ്. ऐसे ये विसल है, विसल का साउंड आता है ना, हाँ, देख लिया था अभी। और एक ये जादू का टिप, हाँ देख लिया था। वो भी देखो आप, चाय के लिए कप है, गिलास है, हम तो खुद बनाते हैं, हम्म, यहीं बनाते हैं। इसका स्मॉल देखो आप, कैसा स्मॉल आएगा, मिट्टी का ही चीज है, प्रॉपर मिट्टी की चीज है। देखो आप, ऐसे देखो आप, दिखाओ दीदी को भी ऐसे। इसका स्मॉल देखो आप, बिल्कुल मिट्टी की बात आएगी, ठंडी। कोई फ्लावर पोट है, जैसे चाय के लिए कप है, ये डेकोरेशन वाला है ना? जी, डेकोरेशन वाला ही। इसमें भी अलग अलग क्वालिटी के छोटी छोटी चीज। ये क्या है? ये सिर्फ 50 बता दो। एक 50। ये बोनी के हिसाब से, बाकी 60 रुपये में बेचते हैं, जैसा आपको समझ में आए वैसा। वो भी कब? हाँ, ये चाय के लिए कप, वाटर बॉटल है ना? वाटर हाँ, वो भी इससे बना हुआ, मिट्टी का ही। मिट्टी का। ये खाली मुंह लगाया आप। हाँ। कितने? ये बोनी के हिसाब से 150 का है, बाकी 180 का है, लेकिन बोनी के हिसाब से बड़ा साइज में चाहिए। ये 250 का है, लेकिन 20 रुपये बोनी करूँ 2 के लिए। ले लो कुछ, ये देखते हैं। बोनी हो जाएगा, जैसे गणपति बनाया गया। ये पूरा हैंड वर्क, हाथ का था, सब मिट्टी का आइटम है। सारे मिट्टी की। देखो ऐसे हाँ समझ में आए तो देखिए 1 मिनट। हाँ देखता हूँ, बढ़िया बना हुआ। ഇവിടെയും ചില വാദ്യോപകരണങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പാവക്കൂത്ത് വേണ്ട, പാവക്കൂത്ത് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ള. താങ്ക്സ്. ഇതൊരു പഴയൊരു കാർഷിക കുടുംബം. ഇത് കാളവണ്ടി അവരുടെ നമ്മുടെ വാതിലൊക്കെ നോക്കി, പിന്നെ ബാക്കി പെയിന്റിങ്. പാമ്പ് കൂടുതൽ ഡാൻസ് ചെയ്യുന്ന മതി. ഇവിടെ കുറേ സ്റ്റാച്യൂസ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം കർഷകരെയാണ് പ്രതിനിധാനം ചെയ്യുന്ന രീതിയിലാണ്. മത്സ്യം പിടിക്കുന്നവർ, കൃഷിപ്പണിക്ക് പോകുന്നവർ, അങ്ങനെ പലതരത്തിലുള്ള
ആ ഒരു ഗ്രാമീണ ജീവിതശൈലി, ആടുകളെ മേയ്ക്കുന്നവർ, അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുടെ ഒരു കൂട്ടം ആൾക്കാരെ പ്രതിനിധീകരിക്കുന്ന സ്റ്റാച്യൂസാണ് ഇവിടെ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നല്ല പോകാമെന്ന് തീരുമാനിച്ചു. എന്തായാലും ശില്പകല വളരെ മനോഹരം തന്നെയാണ്. അടുത്തതായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഫത്തേ സാഗർ ലേക്കിലാണ്. ഒരു ബോട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. മെയിനായിട്ടും നമ്മൾ ഇന്നലെ പോയ പിച്ചോള ലേക്ക്, അതേപോലെ തന്നെ ഈ ഒരു ഫത്തേ സാഗർ ലേക്ക്, ഈ 2 ലേക്കുകളിലുമാണ് ഇങ്ങനെയുള്ള വാട്ടർ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉള്ളത്, വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അപ്പം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഫത്തേ സാഗർ ലേക്കിലേക്കാണ്. ഇവിടെ ഒരു സ്പീഡ് ബോട്ട് കിടപ്പുണ്ട്, അല്ലാതെ നോർമൽ ബോട്ടിംഗ് ഫെസിലിറ്റി ഉണ്ട്. ബോട്ടിംഗ് ഇത് നേരത്തെ പിച്ചോള ലേക്കിൽ പോയെങ്കിൽ ഇത് ഫത്തേ സാഗർ ലേക്ക്. ഇവിടെ ആകെയുള്ള 9 ലേക്സ് ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള 2 ഫസ്റ്റ് നമ്മൾ ഇന്നലെ പോയി, ഇന്ന് സെക്കൻഡ് പോകും. സിറ്റി പാലസിനോട് ചേർന്നിട്ടുണ്ട്. കുറച്ച് മാറിയിട്ടുള്ളതാണ്. ഇത് മൺസൂൺ പാലസ്, ശില്പഗ്രാമൊക്കെ പോകുന്ന വഴിക്കുള്ള ലേക്കാണ്. അടിപൊളിയായിരിക്കും, നോക്കണം.